ഹായ് ഫ്രണ്ട്സ്, സിൽവാൻ എന്നും നിങ്ങൾക്ക് പുതുമയുള്ള എക്സ്പീരിയൻസ് ആണ് തരാറുള്ളത് അല്ലേ? ഇന്നും ഞങ്ങൾ കോഴിക്കോട് കാപ്പാടുള്ള നമ്മളുടെ ഒരു പുതിയ പ്രൊജക്ടിന്റെ വീഡിയോസ് ആണ് കാണിക്കാൻ പോകുന്നത്. കാപ്പാടുള്ള റംഷീദ് ഫാസില ദമ്പതികളുടെ ഒരു സ്വപ്നക്കൂടാണ് ഇവിടെയുള്ളത്. ഒരു 3 പേരടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ വീട് തന്നെയാണ് ഇത്. ഇതിൽ എല്ലാ കൺസെപ്റ്റുകളും അതുപോലെ എല്ലാ ഐഡിയാസും അവര് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് ജിഫെക്സ് ആണ്. സ്ക്വയർ ഷേപ്പിലുള്ള വളരെ ചെറിയ മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പൈക്ക് ലൈറ്റ്സും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ആന്റിക് ഫിനിഷിലുള്ള ഒരു ലൈറ്റും ആണ്. സിറ്റ് ഔട്ടിൽ ഈ വെച്ചിരിക്കുന്ന ഒരു ആന്റിക് പീസിനെ കുറിച്ച് ഞാനിങ്ങനെ ചെറിയൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത് എങ്ങനെ ഇവിടെ ഫിറ്റ് ആയി എന്നുള്ളത്. അപ്പൊ ജിനുവിന്റെ അടുത്ത് നമ്മൾ ചോദിക്കാം, ഇത് എങ്ങനെയാണ് ഈ ഒരു സജഷൻ ഇവിടെ വന്നിട്ടുള്ളത്? ജിനു പറയും, ഇത് എങ്ങനെയാണ് ഇവിടെ സജസ്റ്റ് ചെയ്തത്? ഇതിപ്പോ നമുക്ക് സിറ്റ് ഔട്ടിൽ എന്തായാലും ഒരു ഫാൻ ആവശ്യമാണ്. അപ്പൊ ആ ഫാനും വേണം, നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു ലൈറ്റ് വരുന്നത്. അതുപോലെ ഡിസ്റ്റൻസും ഫാനും ലൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, എല്ലാ ലൈറ്റ്സും നമുക്ക് വാൾ ലൈറ്റ്സ് വരുമ്പോൾ ബൾജ് ചെയ്ത് പുറത്തേക്കാണ് വരുന്നത് അല്ലെ? അപ്പൊ ആ വരുന്നത് പക്ഷെ ഈ ഒരു മോഡൽ ആവുമ്പോ അത് വളരെ സ്യൂട്ട് ആയിട്ട് എന്നാൽ ഫാനിനെ ഡിസ്റ്റർബ് ചെയ്യും ചെയ്യാത്ത രീതിയിൽ. അതാണ് പറഞ്ഞത്, ജിഫെക്സിന്റെ കയ്യിൽ എപ്പോഴും ഏത് കണ്ടീഷൻ അനുസരിച്ചും സ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൈറ്റ് നമുക്കുണ്ട്. ലിവിംഗ് സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കാം ആയിട്ടുള്ളതാണ് എപ്പോഴും ജിഫെക്സ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ്പേസ് കണ്ടാൽ തന്നെ അറിയാം, വളരെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, വൈറ്റ് ആണ് കോട്ട് എല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ വളരെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടർക്കിഷ് ഡബിൾ ഹൈറ്റ് ഉള്ള ഷാൻലിയർ ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് ജിനു വളരെ ലിമിറ്റഡ് അതുപോലെ തന്നെ കൂടുതലായിട്ട് ലൈറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല? എന്തായിരുന്നു അത് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ജിനുവിന്റെ ഒരു ഐഡിയ എന്തായിരുന്നു? ഇവിടെ മെയിൻലി നമുക്കിപ്പം മെയിൻ ആയിട്ട് വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നില്ല, മൊത്തത്തിൽ ഗ്ലാസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കാര്യങ്ങൾ ഇവിടെ റൂമിലേക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആംബിയൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അവിടേക്ക്. അപ്പൊ അതിലേക്ക് നമുക്ക് പറ്റിയ മോഡൽസ് വരുന്നത് ആന്റിക് ടൈപ്പ് ആന്റിക് ആണ് അല്ലെ? ഓക്കെ, ആന്റിക് ആവുമ്പോ വളരെ മൈൽഡ് ആയിട്ട് എന്നാൽ വളരെ സറ്റിൽ ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ ജിനു റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 2 വോളിലും ആന്റിക് ലൈറ്റ് തന്നെയാണ്. എനിക്ക് ഈ വീട്ടിൽ വളരെ പ്രത്യേകതയായിട്ട് തോന്നിയത് വളരെയധികം വുഡൻ ഫിനിഷിംഗ് ഇവിടെ വരുന്നുണ്ട്. ഡൈനിങ് ഹാളില് നമുക്ക് ഫുൾ ആയിട്ട് ഒരു വുഡൻ ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട്. സീലിംഗ് ഉൾപ്പെടെ അവര് വുഡൻ ടച്ച് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ജിഫെക്സ് ചെയ്യുന്നത് ആർക്ക് ട്രയോ സീരീസിൽ വരുന്ന സിലിണ്ടർ ആണ് കൊടുക്കുന്നത്. സിലിണ്ടേഴ്സിന് ചുറ്റുമായിട്ട് നമ്മളൊരു കോവും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് COBസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു വളരെ മൈൽഡ് ആയിട്ട് എന്നാൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളത് ജിനു പറയുന്നതല്ലേ നല്ലത്? നമ്മളിപ്പോ ലൈറ്റ് ബെഡ്റൂമിലേക്ക് ഇപ്പൊ ലൈറ്റിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ന്യൂട്രൽ വൈറ്റ് തീമാണ്. കാരണം നമുക്ക് ഒരു ന്യൂട്രൽ വൈറ്റ് പറയുമ്പോൾ 2 പർപ്പസ് നടക്കും. ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ആംബിയൻസ് യൂസ് ചെയ്യാൻ പറ്റും, അതേസമയം തന്നെ റീഡിംഗ് പർപ്പസിൽ കിഡ്സ് റൂം ആണല്ലോ, നമുക്ക് എന്തായാലും റീഡിംഗ് പർപ്പസും കാര്യങ്ങളും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കിഡ്സിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് ഒരു 4 COB ആണ് കൊടുത്തിട്ടുള്ളത് ആർക്ക് സീരീസിൽ വരുന്നത്. അതേമാതിരി തന്നെ നമുക്ക് ഈ ഏരിയയിൽ ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് ഒരു 3 ഇവിടെ സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഓപ്ഷൻ ചോദിച്ചാൽ അവർ പറഞ്ഞ അവിടെ പിക്ചർ വരുന്നുണ്ട് പറഞ്ഞ് അതിനനുസരിച്ചിട്ട് ഒരു പിക്ചർ അഡ്ജസ്റ്റബിൾ സ്പോട്ട് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? എനിക്ക് ഇവിടെ വന്നപ്പോ വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ് കേട്ടോ അത്. കാരണം ആ ഒരു ഭംഗി അവര് നിലനിർത്തി തന്നെ ഇതിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനെ. ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ സെയിം കോവ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ COBസും പ്ലസ് ഇവിടെ നല്ലൊരു വാൾ ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു ചെറിയ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടർക്കിഷ് സിംഗിൾ ലാമ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഒട്ടും വേസ്റ്റ് ചെയ്യാതെ അവര്
ഈ ഒരു സ്റ്റെയർ കേസിനോട് സൈഡിൽ തന്നെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മിറർ ലൈറ്റ് നല്ല ഭംഗിയായി പ്രൊഫൈല് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നോക്കിയേ വളരെ മനോഹരമായി വലിയൊരു ഗ്ലാസ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനഫ് ലൈറ്റ് ഉള്ളിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ നമ്മളുടെ ഹാങ്ങിങ് ലൈറ്റ്സുകളും പുറകെ കാണുന്നത് എത്ര മനോഹരമാണ് അല്ലെ. ലിവിംഗ് സ്പേസിലും ഇതുപോലെ തന്നെയാണ്. വളരെ മൈൽഡായി ജിഫെക്സ് എപ്പോഴും കെയർ ചെയ്യുന്ന ഒരു കാര്യം, ഒരിക്കലും ഓവർ ലൈറ്റിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. മൈൽഡായി എന്നാൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതിനായി ഈ ലിവിംഗ് സ്പേസിൽ 2 അതിമനോഹരമായിട്ടുള്ള ഗ്ലാസ് ഫിനിഷിൽ വരുന്ന ഹാങ്ങിങ്ങും കോവും COBs സ്പോട്ട് ചെയ്യുന്ന ആ ഒരു പിക്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ ഇന്റീരിയേഴ്സ് വളരെ മനോഹരമായിട്ടാണ് അവരുടെ സജഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ സീലിംഗിലുള്ള ഇന്റീരിയർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജിഫെക്സിന്റെ കോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ജിനു അറിഞ്ഞ് ഈ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ അത് പറഞ്ഞിട്ടുള്ളത്? അതെ, നമുക്ക് ഈ COBs നമ്മൾ വെളിച്ചത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില്ലാത്ത ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോവ്സ് അതേപോലെ ഹാങ്ങിങ്സ് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു റൂമിലെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാവുന്ന, ഏതൊക്കെ തരത്തിലുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഉത്തമ ഉദാഹരണമാണ് ഈ റൂം. ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഈ കിച്ചണിലേക്കാണ്. ഈ കിച്ചണില് ചെറിയൊരു ടേബിൾ, കൗണ്ടർ ടോപ്പ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ 3 പേരല്ലേ ഉള്ളൂ, അവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും ഇത് സ്യൂട്ടബിൾ ആണ്. കൗണ്ടേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യിക്കുന്നതിനും അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പുകൾ ഹൈലൈറ്റ് ചെയ്യിക്കുന്നതിനും സ്ട്രിപ്പ്, അതിന്റെ സോഴ്സ് അറിയാത്ത രീതിയിൽ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. യൂട്ടിലിറ്റി കിച്ചൺ ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെളിച്ചം ഇവിടെ വേണം. പക്ഷെ എന്നാൽ ഒരുപാട് പോയിന്റ്സ് എന്തിനാ അല്ലെ. സോ ജിഫെക്സിന്റെ സർഫസ് ലൈറ്റ് ഇനഫ് വെട്ടം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയയിലാണെങ്കിലും നമ്മൾ ഒരു പോയിന്റേ കൊടുത്തിട്ടുള്ളൂ, ഒരു സർഫസ് ലൈറ്റ്, ബട്ട് ഇനഫ് ലൈറ്റ്. താഴെയും മുകളിലും ഒരുപോലെയായി വരുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആർഭാടങ്ങൾ വളരെ കുറച്ച്, എന്നാൽ നമ്മൾ ആവശ്യങ്ങളെല്ലാം നടക്കുകയും വേണം. അതാണ് നമ്മളെ വീട് എന്നുള്ള കൺസെപ്റ്റ് അല്ലെ. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വീട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിന്റെ ഓണറും ഭാര്യയും മോളും വിദേശത്താണ്. ഇവിടെ താമസിക്കുന്നവരോടാണ് നമ്മൾ കൂടുതലായിട്ട് അഭിപ്രായം ചോദിക്കേണ്ടത് അല്ലെ. ഉപ്പയാണ് ഇവിടെ ഉള്ളത്, നമുക്ക് ഉപ്പാനോട് തന്നെ ചോദിക്കാം. ഉപ്പ പേരെന്താ? ആണല്ലേ, ഓക്കെ. ഒരു അഭിപ്രായം നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് പറയോ? എനിക്ക് മകൻ പറഞ്ഞ അഭിപ്രായത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. ആണല്ലേ, ഓക്കെ. നമ്മൾ ഇനി ഡയറ്റ് കാലത്ത് നമ്മളെ സുഹൃത്തുക്കളോ നമ്മളെ കുടുംബക്കാരോ സജഷൻ പേര് നമ്മൾ പറയുന്നു. ആണല്ലേ, ഓക്കെ. കുടുംബത്തിലുള്ളവരൊക്കെ വന്നപ്പോ നല്ല അഭിപ്രായമായിരുന്നു. അടിപൊളി അഭിപ്രായം ആണല്ലേ. നമ്മള് ഇവിടെ ഈ ഇതിന്റെ ഒരു സീരിയസ് എന്നാണ് എഞ്ചിനീയറാണ് നമ്മളുടെ. അദ്ദേഹത്തിന്റെ വലിയ അഭിപ്രായങ്ങളാണ് നമ്മൾ സ്വീകരിച്ചത് വന്നിട്ടുള്ളത് അല്ലേ. അവിടെ നമുക്ക് മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ആണല്ലേ. ഓവറായിട്ട് എവിടെയും ലൈറ്റിംഗ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇല്ല, നമ്മൾ ഒരുപാട് ഇവിടെ പുറത്തുനിന്നുള്ള ലൈറ്റ് ഒരുപാടായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഉപയോഗിച്ചിരിക്കുന്നതും വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് നന്നായിട്ട് തന്നെ വന്നിട്ടില്ലേ? ആണല്ലേ. നമുക്കിനി ഓണറുടെ കൂടെ അഭിപ്രായം അറിഞ്ഞാലോ? വിദേശത്താണെന്ന് ഞാൻ പറഞ്ഞു, എന്നാലും നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ലൈറ്റിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടിട്ട്. കുറച്ച് പ്രത്യേകിച്ച് അഭിപ്രായം എന്താ വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളുടെ സർവീസും അതായിരുന്നു. നല്ല നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഓൺ ടൈമിന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റിട്ടേൺ ഒക്കെ അതൊക്കെ നീ നല്ല സപ്പോർട്ടാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഓവറോൾ ചെയ്ത് കണ്ടപ്പോ ഫ്രണ്ട്സ് എല്ലാവരും എന്താ അഭിപ്രായം പറഞ്ഞേ? ലൈറ്റ്സിനെ കുറിച്ച് 2-3 ആൾക്കാർ എവിടുന്നാണ് പർച്ചേസ് ചെയ്ത് ലൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആണല്ലേ, നല്ല അഭിപ്രായം. ആണല്ലേ. കൺസെപ്റ്റിനൊക്കെ മാച്ച് ചെയ്ത എല്ലാ ലൈറ്റുകളും കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ആണല്ലേ, ഓക്കെ. താങ്ക് യു സോ മച്ച്.